നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് കൃഷിഭവനിൽ നിന്നും കുറച്ച് ചട്ടി കിട്ടീനി. അതിൻ്റെ കൂടെ കിട്ടീനിയ ഒരു പാക്കറ്റാണ് കേട്ടോ വിത്തിൻ്റെ. അപ്പം ഞാൻ അന്ന് ചട്ടിയിൽ ഇതൊന്നും നട്ടിട്ടില്ല. അപ്പം ഞാൻ തൈകളൊക്കെ കിട്ടിയ സമയത്ത് അതാണ് നട്ടത്. ആ പാക്കറ്റിലുള്ള വിത്തുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇത്രയും വിത്തുകളായിരുന്നു അന്ന് കിട്ടീനിയത്. ഇന്ന് നമ്മൾ കുറച്ച് മല്ലിയാണ് നടാൻ പോകുന്നത്. അപ്പോൾ അതിൽ മല്ലിയുടെ വിത്തുകൾ കണ്ടില്ലേ, നമുക്ക് ഓരോന്നായിട്ട് ഇനി പെറുക്കിയെടുക്കാം കേട്ടോ. മല്ലിവിത്ത് നടുമ്പോഴേ ഒരു മല്ലിയുടെ വിത്ത് രണ്ടെണ്ണമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവൂലേ, അങ്ങനെ നട്ടാലാണ് കേട്ടോ പെട്ടെന്ന് മുളക്കുക. അങ്ങനെ നടാനുള്ള ഒരു എളുപ്പവഴി എന്താ വെച്ചാൽ മല്ലിയെല്ലാം എടുത്തിട്ട് ഒരു കവറിലിട്ടിട്ട് നമ്മളെ ചപ്പാത്തി പരത്തുന്ന ഒരു സാധനമില്ലേ, അത് വെച്ചിട്ടൊന്ന് അമർത്തിയാൽ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നടാം കേട്ടോ. ഇതിന് നമുക്ക് ചട്ടിയുടെ താഴായിട്ട് ഒരു ഓട്ടിൻ കഷ്ണം വെക്കുക. എന്നിട്ട് ഓട്ടിൻ കഷ്ണം വെച്ചതിന് ശേഷം, ഇപ്പോൾ നമ്മൾ 2 ചട്ടിയിലാണ് കേട്ടോ നടണത്, അതുകൊണ്ടാണ് 2 ചട്ടിയിലും ഓട്ടിൻ കഷ്ണം വെക്കണേ. അതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ പച്ചില വളമോ എന്തെങ്കിലും നിറക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളെ അടുക്കളയിലുള്ള ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ നിറക്കാൻ പോണത്. അങ്ങനെ ഞാൻ 2 എണ്ണത്തിലും പച്ചക്കറിയുടെ ഓരോ കഷ്ണങ്ങൾ മുറിച്ചിട്ടതിൻ്റെ വേസ്റ്റുകൾ ഉണ്ടതിന് അതിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മണ്ണ് റെഡിയാക്കാം. മണ്ണിന് വേണ്ടത് ചാണകപ്പൊടി, എല്ലുംപൊടി, വേപ്പും പിണ്ണാക്ക് എന്നുള്ള മിക്സാണ് കേട്ടോ. ഇനി ഓരോ ചട്ടിയിലും നമുക്ക് ഈ മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണ് നിറച്ചിട്ട് കൊടുക്കണ്ട, ഒരു 3/4 ഭാഗമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലിട്ട വേസ്റ്റുകളൊക്കെ ഒന്ന് അമർന്ന് വരുമ്പോൾ നമ്മളെ ഈ മണ്ണൊക്കെ ഒന്ന് താന്ന് പോകും കേട്ടോ. നമ്മൾ 2 ചട്ടിയിലായിട്ടാണ് നടാന്ന് പറഞ്ഞില്ലേ, അത് ഒരു ചട്ടിയിൽ നമ്മളിങ്ങനെ പൊടിച്ചിട്ടും ഒരു ചട്ടിയിൽ പൊടിക്കാത്ത നല്ലതും. ഇതിലേതാ പെട്ടെന്ന് വളരുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് വളരുന്നതല്ല, പെട്ടെന്ന് ഏതാ മുളക്കണത് എന്നറിയാൻ. ഇനി നമുക്ക് 2 ചട്ടിയിലുമായിട്ട് നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം കേട്ടോ. നനച്ചതിന് ശേഷമാണ് നമ്മളിനി വിത്തിടാൻ പോകുന്നത്. ഇനി നമുക്ക് ആദ്യം ഫസ്റ്റത്തെ ചട്ടിയിലേക്ക് വിത്തിടാം കേട്ടോ. ആദ്യത്തേൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയുടെ വിത്താണ് കേട്ടോ നടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വിത്തൊക്കെ പാകി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഇനി മണ്ണ് വിതറി കൊടുക്കുക കേട്ടോ. കൂടുതൽ മണ്ണൊന്നും ഇടരുത്, കുറച്ച് മാത്രമേ മണ്ണിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ചട്ടിയിലായിട്ട് നമ്മൾ പൊടിയാത്ത മല്ലിയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. നമ്മൾ ഇതിലേട്ട് മല്ലികളൊക്കെ വിത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ മണ്ണിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.